സ്വന്തം വീടിനെക്കുറിച്ച് പറയുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. എന്തെന്നാൽ അതിൽ മാക്സിമം വെൻറ്റിലേഷനും ലൈറ്റിങ്ങുമുള്ള ഒരു വീട്, കൂടാതെ ഈ ചൂട് കൂടിയ ഒരു പ്രദേശത്ത് വീട് വെക്കുമ്പോൾ അതിനെ പരമാവധി ചെറുക്കാൻ വേണ്ടി ഡബിൾ ഹൈറ്റിലുള്ള റൂമുകളും അതേപോലെ തന്നെ ക്രോസ് വെൻറ്റിലേഷന് പരമാവധി കിട്ടുന്ന രീതിയിൽ ഒരു നടുമുറ്റത്തിനോട് ചേർന്ന് ഒരു പൂജാ റൂമും ഉള്ള ഒരു വീടെന്ന സങ്കല്പത്തിലാണ് വീടിൻ്റെ ഡിസൈനിങ് ആരംഭിക്കുന്നത്. हंसते रहना मधम मधम हंसते रहना. ഞാനല്പം ആത്മീയത്തിലും വിശ്വാസിക്കായതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിൽ നല്ലൊരു പ്രെയർ റൂം ഉണ്ടായിരിക്കണമെന്ന്. മകനെ സംബന്ധിച്ചിടത്തോളം ഒരു കോർട്ട്യാർഡ് അത്യാവശ്യമുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രെയർ റൂമും മകൻ്റെ കോർട്ട്യാർഡും കൂടി ഞാനിപ്പം പറയുന്നത് ഒരു അമ്പലവും കുളവുമാണെന്നാണ്. അമ്പലം പുറത്തുനിന്നുള്ള ആൾ വന്ന് ചോദിച്ചാലും അമ്പലത്തിൽ കുളത്തിലേക്ക് ഇറങ്ങാൻ ഉള്ള സൗകര്യമാണ്. അപ്പം എൻ്റെ ബെഡ്റൂമിലേക്ക് പോകാൻ ആ കുളത്തിലിറങ്ങിപ്പോൾ പോകണമെന്നുള്ള ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഒരു പാലം കൂടി ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്രകാരം ഒരു നല്ലൊരു റൂം എൻ്റെ അച്ഛൻ എനിക്കായി ഉണ്ടാക്കി തന്നു. അതിനടുത്ത് ലൈബ്രറിയുമുണ്ട്. പലതരം ബുക്കുകൾ ആ ലൈബ്രറിയിലുണ്ട്. വിവിധ തരം ബുക്കുകളാണ് അവിടെ ഉള്ളത്. കിച്ചൺ പൊതുവേ ഒരു ചെറിയ കിച്ചൺ ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്പേസാണ് അതിനുള്ളത്. അത് ഞങ്ങളുടെ അമ്മയുടെയും എൻ്റെയൊക്കെ ആഗ്രഹപ്രകാരം തന്നെയുള്ള ഒരു ഇതാണ്. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു പൂജാമുറിയല്ല പ്രെയർ റൂം വേണമെന്നായിരുന്നു. ആ പ്രെയർ റൂമും ഞങ്ങളുടെ താല്പര്യപ്രകാരം തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്.